Hi, welcome to Lash Class. BA English Appreciating പോയിട്രിയിലെ ഷാൾ ഐ കമ്പയർ ദി ടു എ സമ്മേഴ്സ് ഡേ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. വില്യം ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ പ്രണയിനിക്ക് വേണ്ടി എഴുതിയിട്ടൊരു സോണറ്റാണ്. നമ്മളിവിടെ ഈ പോയത്തിൻ്റെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ളൊരു സമ്മറിയും അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ കംപ്ലീറ്റ് നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയത്തിൻ്റെ സമ്മറി നോക്കാം. ഇൻട്രൊഡക്ഷൻ. The speaker contemplates comparing the beloved to a summer's day, but quickly concludes that the beloved is more beautiful and gentle. പോയതിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സ്പീക്കർ അവിടെ ആലോചിക്കുന്നത് തൻ്റെ പ്രണയിനിയെ ഒരു സമ്മേഴ്സ് ഡേ, സമ്മറിലെ ഒരു ദിവസത്തിനോട് കമ്പയർ ചെയ്താലോ എന്നുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സമ്മർ അല്ലെങ്കിൽ വേനൽക്കാലം എന്ന് പറയുന്നത് നമ്മൾക്ക് അത്ര സുന്ദരമായിട്ടൊരു കാര്യമായിട്ട് തോന്നില്ല എന്നുണ്ടെങ്കിലും ഇതൊരു ഇംഗ്ലീഷുകാരൻ്റെ കവിതയാണെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം ഇംഗ്ലീഷുകാർ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അറിയുന്നതാണ്. അവരുടെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് സമ്മർ എന്ന് പറയുന്നതാണ് അവർക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സീസണായിട്ട് കാലാവസ്ഥയായിട്ട് അവർ കണക്കാക്കുന്നത്. ആ രീതിയിലാണ് നമ്മുടെ പോയറ്റ് തൻ്റെ പ്രണയിനിയെ ഒരു സമ്മറിലെ ദിവസം പോലെ മനോഹരി എന്ന് വിശേഷിപ്പിക്കുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത്. ദെൻ സമ്മേഴ്സ് ഫ്ലോ. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹം സമ്മറിനേക്കാളും മനോഹരിയാണ് തൻ്റെ പ്രണയിനി എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് സമ്മറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുന്നു. ദ സ്പീക്കർ ഹൈലൈറ്റ്സ് ദി ഇംപെർഫെക്ഷൻസ് ഓഫ് എ സമ്മേഴ്സ് ഡേ, റഫ് വിൻഡ്സ്, ഷോർട്ട് ഡ്യൂറേഷൻ, എക്സസീവ് ഹീറ്റ് ആൻഡ് ഡിമ്മിങ് ഓഫ് ദ സൺസ് ബ്രില്യൻസ്. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ കാരണങ്ങളാണ് പറയുന്നത്. ഈ സമ്മറിലെ ഒരു ദിവസത്തിന് ഒരുപാട് പോരായ്മകളുണ്ട്. അത് ചിലപ്പോൾ അതിനകത്ത് റഫ് വിൻസ്, വളരെ മോശമായിട്ടുള്ള കാറ്റടിക്കുന്ന കാലാവസ്ഥ ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഈ ഒരു സമ്മർ എന്ന് പറയുന്നത് കുറച്ച് കാലത്തേക്ക് മാത്രം നിൽക്കുന്ന ഒന്നാണ്. അതിനുശേഷം അടുത്ത കാലാവസ്ഥ വരുമ്പോൾ അത് മാഞ്ഞു പോകും. ചിലപ്പോൾ സമ്മറിലെ ദിവസങ്ങളിൽ ചൂട് കൂടുതലായിരിക്കാം. അതല്ലെങ്കിൽ ഈ മേഘാവൃതമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെയിൽ നമുക്ക് ലഭിക്കാതെ വരാം. അങ്ങനെ ഈ സമ്മറിന് ഒരുപാട് പോരായ്മകളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സമ്മറിനേക്കാളും മനോഹരിയാണ് തൻ്റെ പ്രണയിനി എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. അഡീഷണലി, ഓൾ ബ്യൂട്ടിഫുൾ തിങ്സ് ഇവഞ്ച്വലി ഡിക്ലൈൻ ഡ്യൂ ടു ചാൻസ് ഓർ ദ നാച്ചുറൽ കോഴ്സ് ഓഫ് ടൈം. ഇത് കൂടാതെ ഈ കാലത്തിൻ്റെ ഒരു പിടിയിൽ പെട്ടുകൊണ്ട് എല്ലാതും മാഞ്ഞു പോകും എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം സമ്മർ എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങളിലേക്ക് മാത്രം ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. അത് കഴിഞ്ഞ് അടുത്ത സീസൺ വരും. അത് കാരണം കൊണ്ട് അത് പെർമനൻ്റ് ആയിട്ടുള്ള ഒന്നല്ല എന്നുള്ള കാരണം കൊണ്ട് അദ്ദേഹം പറയുന്നത്, ഇല്ല, ഞാൻ നിന്നെ സമ്മറിലെ ഒരു ദിവസവുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല, നീ അതിനേക്കാളും മനോഹരിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റേണൽ ബ്യൂട്ടി. അൺലൈക്ക് സമ്മർ, ദ ബിലൗഡ്സ് ബ്യൂട്ടി ഈസ് ഇറ്റേണൽ ആൻഡ് വിൽ നോട്ട് ഫേഡ്. അപ്പോൾ ഈ എന്തുകൊണ്ട് സമ്മറുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞതിൽ പ്രധാനമായിട്ടുള്ള കാര്യമാണ് സമ്മർ എന്ന് പറയുന്നത് കുറച്ച് ദിവസത്തേക്ക് മാത്രമുള്ളൊരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് തൻ്റെ പ്രണയിനിയുടെ സൗന്ദര്യം അങ്ങനെയല്ല, അത് എല്ലാ കാലത്തേക്കും ഉള്ളതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ദ ബിലൗഡ് വിൽ നോട്ട് ലൂസ് ദെയർ ബ്യൂട്ടി ആൻഡ് ഈവൻ ഡെത്ത് കനോട്ട് ക്ലെയിം ദം. അപ്പോൾ ഇദ്ദേഹം വളരെ വലിയ ഒരു അവകാശവാദമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. ഇനി പ്രായമായി കഴിഞ്ഞാലും സമയം കടന്നുപോയി കഴിഞ്ഞാലും നിന്റെ സൗന്ദര്യത്തിനൊന്നും സംഭവിക്കില്ല, മരണത്തിന് പോലും നിന്റെ സൗന്ദര്യത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇവിടെ ഷേക്സ്പിയർ തൻ്റെ പ്രണയിനിയോട് പറയുന്നത്. Instead, the beloved will achieve immortality through the poet's verses. പകരം ഇമ്മോർട്ടാലിറ്റി അല്ലെങ്കിൽ അനശ്വരത നിന്റെ സൗന്ദര്യം നേടും ഞാൻ എഴുതുന്ന ഈ വരികളിലൂടെ എന്നാണ് ഷേക്സ്പിയർ പറയുന്നത്. ഇപ്പോഴാണ് നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നത്. കാരണം നമുക്കറിയാം പ്രായമായി കഴിഞ്ഞാൽ എല്ലാവരുടെയും സൗന്ദര്യത്തിന് കുറവുകൾ സംഭവിക്കുന്നുള്ളത്. അപ്പോൾ ഷേക്സ്പിയർ പറയുന്നത് നിന്റെ സൗന്ദര്യത്തെ കുറിച്ചിട്ട് ഞാൻ എഴുതുന്ന ഈ വരികളിലൂടെ നിന്റെ സൗന്ദര്യം അനശ്വരമാക്കപ്പെടും എന്നാണ്. കൺക്ലൂഷൻ. As long as people exist and can read, the poem will live on, thereby immortalizing the beloved's beauty forever. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആളുകൾക്ക് എഴുതാനും വായിക്കാനും അറിയുന്നിടത്തോളം കാലം ഈ കവിത അവർ വായിക്കുകയും അങ്ങനെ ഈ വരികളിലൂടെ നിന്റെ സൗന്ദര്യം അനശ്വരമാക്കപ്പെടുകയും ചെയ്യുമെന്നാണ് ഷേക്സ്പിയർ പറയുന്നത്. ആ പ്രവചനം വളരെ ശരിയായി എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കാരണം 500-ലധികം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും നമ്മൾ ഈ കവിത വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അന്ന് ഷേക്സ്പിയർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ വരികളിലൂടെ അദ്ദേഹത്തിൻ്റെ ഈ പ്രണയിനിയുടെ സൗന്ദര്യം അനശ്വരമാക്കപ്പെടുകയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് ഹിസ് ബിലൗഡ് ഈസ് സുപ്പീരിയർ ടു നേച്ചർ? എന്തുകൊണ്ടാണ് പോയറ്റ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രണയിനി ഈ പ്രകൃതിയേക്കാളും സുപ്പീരിയർ ആണെന്ന്?
The poet says his beloved is superior to nature because her beauty is more constant and enduring than a summer's day. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പ്രകൃതിയിലെ സൗന്ദര്യം എന്ന് പറയുന്നത് കുറച്ച് കാലത്തേക്ക് മാത്രമുള്ളതാണ്, പക്ഷേ തന്റെ പ്രണയിനിയുടെ സൗന്ദര്യം എല്ലാ കാലത്തേക്കും ഉള്ളതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വിച്ച് ക്യാൻ ബി മാർഡ് ബൈ റഫ് വിൻഡ്സ്, എക്സസീവ് ഹീറ്റ് ആൻഡ് ഈസ് ഫ്ലീറ്റിംഗ്. ഇൻ കോൺട്രാസ്റ്റ് ദ ബിലോഡ്സ് ബ്യൂട്ടി ഈസ് ഇറ്റേണൽ ആൻഡ് അൺചേഞ്ചിങ്. അപ്പോൾ അതിന്റെ കാരണങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. സമ്മറിൽ ഒരു ദിവസത്തിന് കാറ്റിന്റെ പ്രശ്നം ഉണ്ടാവും, ചിലപ്പോൾ ചൂട് കുറവാകാം, കൂടുതലാകാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ അപേക്ഷിച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രണയിനിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അനശ്വരമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എക്സ്പ്ലെയിൻ ദ മെറ്റഫർ ഓഫ് ഷിപ്പ് ഇൻ ദ പോയം. ഈ പോയത്തിനകത്ത് ഷിപ്പിന്റെ മെറ്റഫറാണ് ചോദിച്ചിട്ടുള്ളത്. ഈ സമ്മറിന്റെ പോരായ്മകളെ കുറിച്ച് പറയുന്ന സമയത്താണ് ആ ഒരു മെറ്റഫർ കടന്നു വരുന്നത്. ദ മെറ്റഫർ ഓഫ് ദ ഷിപ്പ് റിഫേഴ്സ് ടു നേച്ചർ ആസ് എ ഷിപ്പ് with the sails that not have been adjusted to deal with the changes in the wind. ഒരു പായ്ക്കപ്പൽ നമുക്കറിയാം, കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ചിട്ട് അതിന്റെ പായ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാലാണ് അതിന് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാത്ത ഒരു കപ്പൽ എന്നുള്ള രീതിയിലാണ് ഇവിടെ അദ്ദേഹം പ്രകൃതിയെ ഉപമിക്കുന്നത്. It indicates that summer loses its beauty when nature is not paying attention to her sailing and allows weather changes to happen. അപ്പോൾ ഈ സമ്മറിന് അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുന്നു. കാരണം ഈ ഗതി മാറിയിട്ടുള്ള കാറ്റുകൾ, അതുപോലെ തന്നെ വെയിലിലുള്ള ഏറ്റക്കുറച്ചിലുകൾ എന്നുള്ള രീതിയിൽ ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് സമ്മറിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അത് കാരണം കൊണ്ട് അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലാണ് ഈ ഒരു പായ്ക്കപ്പൽ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാതെ ആടി ഒലഞ്ഞുകൊണ്ട് പോകുന്ന രീതിയിൽ അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ദ ക്ലോസിംഗ് ലൈൻസ് ഓഫ് ദ പോയം. ഈ പോയത്തിലെ അവസാന വരികളുടെ അർത്ഥമാണ് ചോദിക്കുന്നത്. The closing lines of the poem: so long as men can breathe or eyes can see, so long lives this and this gives life to thee. അതായത് ആളുകൾ ജീവിച്ചിരിക്കുകയും വായിക്കുകയും ചെയ്യുന്ന കാലത്തോളം ഈ കവിതയും ജീവിക്കും, ഈ കവിതയിലൂടെ നിന്റെ സൗന്ദര്യം അനശ്വരമാക്കപ്പെടുമെന്നാണ് ഷേക്സ്പിയർ പറയുന്നത്. Mean that as long as people are alive and can read the poem, the beloved's beauty will live on through the verses, granting her immortality. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വരികളിലൂടെ ആളുകൾ വായിക്കുന്നിടത്തോളം കാലം നിനക്ക് അനശ്വരതയുണ്ടാകും എന്നാണ് ഷേക്സ്പിയർ പറയുന്നത്. How is time described in the poem? സമയം അല്ലെങ്കിൽ കാലം എന്നതിനെ ഈ കവിതയിൽ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? Time in the poem is described as a force that causes all beautiful things to fade or decline. സൗന്ദര്യമുള്ള എല്ലാ വസ്തുക്കളും അല്ലെങ്കിൽ കാര്യങ്ങളും അതിൻ്റെ സൗന്ദര്യം നശിച്ചു പോകുന്ന അല്ലെങ്കിൽ മങ്ങിപ്പോകുന്ന ഒരു ശക്തിയായിട്ടാണ് ഇവിടെ സമയത്തിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. വെദർ ബൈ ചാൻസ് ഓർ ത്രൂ ദ നാച്ചുറൽ പ്രോസസ് ഓഫ് ഏജിങ്. അതൊന്നുകിൽ സാഹചര്യങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ പ്രായമാവുക എന്നുള്ള കാര്യം കൊണ്ടാകാം. അങ്ങനെ എല്ലാ സൗന്ദര്യത്തെയും ഇല്ലാതാക്കുന്ന ഒരു ശക്തിയായിട്ടാണ് ഈ പോയത്തിനകത്ത് ടൈമിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. However, the poet defies this by ensuring that the beloved's beauty will remain eternal through the immortalizing power of poetry. പക്ഷെ സമയത്തിന്റെ ഈ ശക്തിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രണയിനിയുടെ സൗന്ദര്യത്തെ അദ്ദേഹം ഈ കവിതയിലൂടെ മോചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം: എക്സ്പ്ലെയിൻ ദ 3 ആർഗ്യുമെന്റ്സ് ഇൻ ദ പോയം. ഈ പോയത്തിനകത്ത് ഷേക്സ്പിയർ ഉപയോഗിച്ചിരിക്കുന്ന 3 ആർഗ്യുമെന്റുകളാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ ആർഗ്യുമെന്റ് വരുന്നത് കമ്പാരിറ്റീവ് ബ്യൂട്ടിയാണ്. ദ പോയിറ്റ് ഇനീഷ്യലി പോണ്ടേഴ്സ് വെദർ ഹി ഷുഡ് കമ്പയർ ഹിസ് ബിലൗഡ് ടു എ സമ്മേഴ്സ് ഡേ ബട്ട് ക്വിക്ലി ഡിസൈഡ്സ് ദാറ്റ് ദ ബിലൗഡ് ഈസ് സുപ്പീരിയർ. പോയത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം ചിന്തിക്കുന്നത് തന്റെ പ്രണയിനിയുടെ സൗന്ദര്യത്തെ ഒരു സമ്മർ ഡേയുമായിട്ട് കമ്പയർ ചെയ്യാമോ എന്നാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ അദ്ദേഹം അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നു. കാരണം തന്റെ പ്രണയിനിയുടെ സൗന്ദര്യം സമ്മർ ഡേയേക്കാളും മികച്ചതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. He argues that the beloved is more lovely and temperate than a summer's day, which can be harsh and fleeting. This argument established the beloved's beauty as timeless and surpassing that of nature. അപ്പോൾ ആദ്യത്തെ ആർഗ്യുമെന്റിൽ അദ്ദേഹം പറയുന്നത് തന്റെ പ്രണയിനിയുടെ സൗന്ദര്യം ഒരു സമ്മർ ഡേയേക്കാളും മനോഹരമാണ് എന്നുള്ള രീതിയിലാണ്. അതിന്റെ കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. സമ്മറിന്റെ പോരായ്മകളെ കുറിച്ചിട്ടും മാത്രമല്ല, അത് നശ്വരമാണ് അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്ക് മാത്രം നിൽക്കുന്നതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ആദ്യത്തെ ആർഗ്യുമെന്റ് അപ്പോൾ വരുന്നത് തന്റെ പ്രണയിനിയുടെ സൗന്ദര്യം ഒരു സമ്മർ ഡേയേക്കാളും മനോഹരമാണ് എന്നുള്ളതാണ്. അടുത്ത ആർഗ്യുമെന്റ് വരുന്നത് ഇംപെർമനൻസ് ഓഫ് നേച്ചർ ആണ്. The poet illustrates the imperfections of a summer's day, highlighting its fleeting nature.
അടുത്തതായിട്ട് അദ്ദേഹം ഈ സമ്മറിന്റെ പോരായ്മകളെ കുറിച്ചിട്ടുള്ള ആർഗ്യുമെന്റ് ആണ് പറയുന്നത്. അതിന്റെ പല കുറവുകളെ കുറിച്ചിട്ടും, കൂടാതെ അത് ഇംപെർമനന്റ് ആണ്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഹി ഡിസ്ക്രൈബ്സ് ഹൗ റഫ് വിൻഡ്സ് ക്യാൻ ഷേക്ക് ദ ഡെലിക്കേറ്റ് ബേർഡ്സ് ഓഫ് മെയ് ആൻഡ് ഹൗ ദ സൺസ് ബ്രില്യൻസ് ക്യാൻ ബി ഒബ്സ്കേർഡ് ബൈ ക്ലൗഡ്സ്. അപ്പോൾ ഈ ശക്തമായിട്ടുള്ള കാറ്റൊക്കെ വീശുകയാണെങ്കിൽ ഈ വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങൾക്കൊക്കെ അത് ദോഷകരമായിട്ട് ഭവിക്കും. അതൊക്കെ സമ്മറിന്റെ പോരായ്മയാണ്, സമ്മറിന്റെ സൗന്ദര്യം ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ ആ വെയിൽ ലഭിക്കില്ല, സൺഷൈൻ ഉണ്ടാവില്ല, തുടങ്ങിയിട്ടുള്ള പോരായ്മകളെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ദിസ് ആർഗ്യുമെന്റ് കോൺട്രാസ്റ്റ് ദ ടെമ്പററി നേച്ചർ ഓഫ് നാച്ചുറൽ ബ്യൂട്ടി വിത്ത് ഇറ്റേണൽ ബ്യൂട്ടി ഓഫ് ദ ബിലൗഡ്. അപ്പൊ ഈ ആർഗ്യുമെന്റിൽ അദ്ദേഹം പറയുന്നത് ഈ സമ്മറിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇറ്റേണൽ അല്ല, അത് കുറച്ച് കാലത്തേക്ക് മാത്രമുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രണയിനിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇറ്റേണൽ ആണ്, എല്ലാ കാലത്തേക്കും ഉള്ളതാണെന്നാണ് അദ്ദേഹം ആർഗ്യുമെന്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ആർഗ്യുമെന്റ് വരുന്നത് ഇമ്മോർട്ടാലിറ്റി ത്രൂ പോയിട്രി ആണ്. The poet concludes that the beloved's beauty will not fade or be lost to death because it will be immortalized in its poem. അദ്ദേഹം പറയുന്നത് ഈ കാലം ആയാലും മരണമായാലും അദ്ദേഹത്തിന്റെ പ്രണയിനിയുടെ സൗന്ദര്യത്തെ സ്പർശിക്കാൻ കഴിയില്ല. കാരണം ഈ കവിതയിലൂടെ ആ പ്രണയിനിയുടെ സൗന്ദര്യം അനശ്വരമാക്കപ്പെടും എന്നുള്ള കാര്യമാണ് മൂന്നാമത്തെ ആർഗ്യുമെന്റിൽ അദ്ദേഹം പറയുന്നത്. He asserts that as long as people can read, the poem will live on, preserving the beloved's beauty for eternity. This argument emphasizes the power of art and poetry to transcend time and mortality. അപ്പോൾ ഈ അവസാനത്തെ ആർഗ്യുമെന്റിൽ അദ്ദേഹം പറയുന്നത് ആളുകൾ ജീവിച്ചിരിക്കുന്നിടത്തോളം, ആളുകൾ വായിക്കുന്നിടത്തോളം ഈ കവിതയും ഉണ്ടാകും. ഈ കവിതയിലൂടെ അദ്ദേഹത്തിന്റെ പ്രണയിനിയുടെ സൗന്ദര്യം അനശ്വരമാക്കപ്പെടും എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ ആർട്ടിന്റെ ഒരു പവറിലൂടെ ടൈമിന്റെ പവറിനെ അദ്ദേഹം അതിജീവിക്കും എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ ആർഗ്യുമെന്റിൽ പറയുന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കമന്റ് ഓൺ ദി ഇമേജറി ഇൻ ദ പോയം. ഈ പോയത്തിനകത്തുള്ള ഇമേജറിയെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. നാച്ചുറൽ ബ്യൂട്ടി. ദ പോയം ഈസ് റിച്ച് ഇൻ നാച്ചുറൽ ഇമേജറി ഇവോക്കിംഗ് ദ ബ്യൂട്ടി ആൻഡ് ട്രാൻസിയൻസ് ഓഫ് നേച്ചർ. നാച്ചുറൽ ബ്യൂട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമേജുകൾ നമുക്ക് ഈ പോയത്തിനകത്ത് കാണാൻ സാധിക്കും. ഇമേജസ് ഓഫ് എ സമ്മേഴ്സ് ഡേ, ഡാർലിംഗ് ബഡ്സ് ഓഫ് മെയ് ആൻഡ് ദി ഐ ഓഫ് ഹെവൻ ക്രിയേറ്റ് എ വിവിഡ് പിക്ചർ ഓഫ് ദ നാച്ചുറൽ വേൾഡ് ആൻഡ് ഇറ്റ്സ് ഫ്ലീറ്റിംഗ് ബ്യൂട്ടി. സമ്മർ ഡേ എന്ന് പറയുന്ന ഒരു ഇമേജ് വരുന്നുണ്ട്. അതുകൂടാതെ ഡാർലിംഗ് ബഡ്സ് ഓഫ് മെയ്, അതായത് മെയ് മാസത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങൾ എന്നുള്ളൊരു ഇമേജ് വരുന്നുണ്ട്. അതുകൂടാതെ ഐ ഓഫ് ഹെവൻ എന്നുള്ളത് ഈ സമ്മറിൽ സൂര്യനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ നാച്ചുറൽ ബ്യൂട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമേജുകൾ നമുക്ക് ഈ പോയത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെയുള്ളത് സെൻസറി ഇമേജസ് ആണ്. ദ പോയറ്റ് യൂസസ് സെൻസറി ഇമേജസ് ടു അപ്പീൽ ടു ദ റീഡേഴ്സ് സെൻസസ്. നമ്മുടെ സെൻസുമായിട്ട്, അത് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഇമേജസിനെയാണ് നമ്മൾ സെൻസറി ഇമേജസ് എന്ന് പറയുന്നത്. ഇമേജസ് സച്ച് ആസ് റഫ് വിൻഡ്സ്, ഗോൾഡ് കംപ്ലക്ഷൻ ആൻഡ് ഇറ്റേണൽ ലൈൻസ് ക്രിയേറ്റ് സെൻസറി എക്സ്പീരിയൻസ്. റഫ് വിൻഡ്, പരുക്കനായിട്ടുള്ള കാറ്റ്, അതുപോലെ തന്നെ ഗോൾഡ് കംപ്ലക്ഷൻ, അതുപോലെ ഇറ്റേണൽ ലൈൻസ് എന്നുള്ള ഈ സൺഷൈനിന്റെ ഒരു ഇമേജും അദ്ദേഹം നമുക്ക് നൽകുന്നുണ്ട്. ദ ക്രിയേറ്റ് സെൻസറി എക്സ്പീരിയൻസ് മേക്കിംഗ് ദ പോയം മോർ വിവിഡ് ആൻഡ് എൻഗേജിങ്. അപ്പോൾ ഈ രീതിയിൽ ഈ സെൻസറി ആയിട്ടുള്ള ഇമേജും അതുപോലെ തന്നെ നാച്ചുറൽ ബ്യൂട്ടിയുടെ ഇമേജുകളുമാണ് നമുക്ക് ഈ പോയത്തിനകത്ത് കാണാൻ കഴിയുന്നത്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.